ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയെന്നൊരു തോന്നലുണ്ടോ? എല്ലാവരും അവഗണനയാണ് കിട്ടുന്നതെന്നൊരു തോന്നലുണ്ടോ? എങ്കിൽ ഈ കഥ ഒന്ന് കേട്ടു നോക്കൂ. ഇത് അലിയുടെയും ഉമറിന്റെയും കഥയാണ്. അലി ഒരു 10 വയസ്സുള്ള ഒരു കുഞ്ഞു പയ്യനാണ്. പാവപ്പെട്ട വീട്ടിൽ ജനിച്ച ഒരു പയ്യൻ. പഴയ ആൾക്കാരിടുന്ന ഒരു ലോക്കൽ യൂണിഫോം ഇട്ടായിരുന്നു അവൻ സ്കൂളിൽ വന്നത്. ടീച്ചർമാർ പോലും അവനെ വെറുപ്പോടെയാണ് നോക്കുന്നത്. കുട്ടികളെല്ലാം അവനിൽ നിന്നും മാറി അകന്നു. അവൻ ഒരു കോണിൽ ഒറ്റയ്ക്കായിരുന്നു ക്ലാസ്സിലിരുന്നത്. അങ്ങനെ ഇരിക്കെ ഈ അലിയുടെ ക്ലാസ്സിലേക്ക് ഒരു കുട്ടി വന്നു. പേര് ഉമർ. നല്ല ബ്രാൻഡഡ് ഷർട്ടും പാൻറ്റും വാച്ചും ഷൂസും. എന്താ ലുക്ക്! ഒരു ബ്രാൻഡഡ് ഐറ്റംസ് ഉള്ള ഒരു ചെറുക്കമാണ്. എന്നിട്ട് അവനീ എല്ലാരും അവനിലേക്ക് നോക്കുവാണ്. എന്താ ലുക്കല്ലേ! പക്ഷേ ഈ ഉമറിന് കണ്ടുപോയത് ഒരു കോണില് ഒറ്റയ്ക്കിരിക്കുന്ന അലിയുടെ നേർക്കാണ്. ഇവൻ പതിയെ ഈ ഉമർ അലിയുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് ചോദിച്ചു, ഞാനിവിടെ ഇരുന്നോണ്ടേ? അലി ആ ചോദ്യം കേട്ടതോടെ അലിയുടെ കണ്ണുകൾ നിറഞ്ഞു. അലി സന്തോഷത്തോടെ കണ്ണുകളോടെ പറഞ്ഞു, ഇരുന്നു കൊള്ളൂ. ഉമർ അവിടെ ഇരുന്നു. അലി നീങ്ങിയിരുന്നു. അങ്ങനെ അലിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടൊരു സുഹൃത്തിനെ കിട്ടി, ഉമർ. ഏതാ ഉമർ? നല്ല ബ്രാൻഡഡ് ചെരുപ്പും പാൻറ്റും ഒക്കെ ഇട്ട് വരുന്ന ഉമർ. എല്ലാവരും അലിയെ പുച്ഛത്തോടെ നോക്കിയപ്പോൾ ഉമർ നോക്കിയത് സ്നേഹത്തോടെയാണ്. അങ്ങനെ ഈ ഉമർ അലിയും വലിയ കൂട്ടുകാരായി. പഠനത്തിൽ മിടുക്കനായിരുന്ന അലി പഠനത്തിൽ അല്പം പിന്നോട്ടായിരുന്ന ഉമറിനെ ആവുന്നതുപോലെ സഹായിച്ചു. ഒരു ദിവസം ഉമർ സ്കൂളിന്റെ മുറ്റത്ത് കൂടി നടന്നു വരികയായിരുന്നു. അപ്പോഴതാ എല്ലാവരും ഈ അലിയുടെ നേർക്ക് ഭയങ്കരമായിട്ട് ഒച്ചയിടുന്നു. ഉമർ ഓടി വന്നു. എന്താ എന്താ അലിയുടെ നേർക്കുള്ള പ്രശ്നം? ആരാ അലിയോട് വഴക്കിടുന്നത്? ഉമർ ചോദിച്ചു. അപ്പോൾ എല്ലാവരും ഒന്നിച്ച് ഒരേ ശബ്ദത്തിൽ പറഞ്ഞു, ഇവനാണ് പൈസയുടെ ആവശ്യം. ഇവനായിരിക്കും ആ പൈസ എടുത്തിട്ടുള്ളത്. ഇവൻ കള്ളനാണ്, ഇവൻ മോഷ്ടാവാണ്. എങ്ങനെ എല്ലാവരും അലിനെ ഓരോന്ന് പറഞ്ഞു കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ ഉമർ പറഞ്ഞു, ഇല്ല, അലി അങ്ങനെ ചെയ്യില്ല. അലി എത്ര പൈസയ്ക്ക് ആവശ്യം വന്നാലും അലി സത്യസന്ധനാണ്. അവൻ 5 നേരം നിസ്കരിക്കുന്നവനാണ്. അവൻ ഒരിക്കലും കള്ളം കാണിക്കില്ല. ഉമർ ചോദിച്ചു, ആരുടെ പൈസയാണ്? അപ്പൊ എല്ലാവരും പറഞ്ഞു, ഹാമിദിന്റെ പൈസയാണ്. ഈ അലി എടുത്തു പോയി. ഈ ഹാമിദിന് പൈസ തിരിച്ചു കൊടുക്കണം. അപ്പൊ ഉമർ പറഞ്ഞു, ഹാമിദേ, നീ മിനിഞ്ഞാന്ന് ആ ഐസ്ക്രീം കടയിൽ നിന്ന് ഐസ്ക്രീം വാങ്ങി കഴിക്കുന്നത് ഞാൻ കണ്ടയാണല്ലോ. എന്നിട്ട് ആ കുറ്റം നീ നെയ്സായിട്ട് അലിയുടെ നേരത്ത് വെച്ചല്ലേ? ഹാമിദിന്റെ തല താന്നു. അപ്പൊ എല്ലാവരും അലിനെ കുറ്റബോധത്തോടെ നോക്കി. ഉമറിനെ സ്നേഹത്തോടെ നോക്കി. ഓടി വന്ന് കെട്ടിപ്പിടിച്ച് അലി കരഞ്ഞു. എടാ, നീയാണ് യഥാർത്ഥ സുഹൃത്ത്. നീ ഇല്ലായിരുന്നെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ ഞാനൊരു കള്ളനായാനെ. നീയാടാ യഥാർത്ഥ സുഹൃത്ത്. നമുക്ക് ഉമറിനെ പോലെ ഒരു സുഹൃത്തുണ്ടോ? എല്ലാ ആവശ്യങ്ങൾക്കും കൂടെ നിൽക്കുന്ന നല്ലൊരു ചങ്ക് ബ്രോ. അപ്പൊ ഉമർ പറഞ്ഞതും അത് തന്നെയാണ്. ഉമർ പറയാ, എടാ, നീന്റെ ചങ്കല്ലേ, നിന്നെ ഞാൻ അങ്ങനെ ഇട്ടിട്ട് പോവോ? ഉമർ ചോദിക്കുന്നുണ്ട്. അലി അവരുടെ സൗഹൃദം പിന്നീട് വളരെ കാലത്തേക്ക് നിലനിന്നു. നിങ്ങളുടെ ഇടയിലും കാണും ഇതുപോലെ മുഷിഞ്ഞ വസ്ത്രം അണിഞ്ഞു വരുന്ന ഒരു പാവപ്പെട്ട വീട്ടിൽ ഒരാള്. പക്ഷേ അവരെപ്പോഴും മൂല്യങ്ങളില്ലാത്തവരാകണമെന്നോ കള്ളനാകണമെന്നോ ഇല്ല. അവരുടെ ഉള്ളിലും സത്യസന്ധതയും നമസ്കാരവും എല്ലാം കാണും. നമുക്ക് വേണ്ടത് ഉമറിനെ പോലുള്ളൊരു കൂട്ടുകാരനാണ്. ഉമറിനെ പോലൊരു ചങ്ക് ബ്രോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ, മറക്കല്ലേ. പിന്നെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഉമറിനെ പോലുള്ളവരുടെ സൗഹൃദം നമുക്ക് വലിയൊരു ആശ്വാസം തന്നെ നൽകും. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. പിന്നെ അതുപോലത്തെ ഒരു ചങ്ക് ബ്രോ ഉണ്ടെന്ന് കമന്റ്